അപ്പോൾ ആളുടെ ഉള്ളിലിരിക്കുന്ന സാധനം ഇത് തന്നെയാണ്. ഒരു ആട്ടിൻതോലിട്ട ഒരു ജിഹാദി, ഒരു പൊട്ടൻഷ്യൽ ജിഹാദി എന്നല്ല, നല്ല അസൽ ജിഹാദി തന്നെയാണ്. ആള് ചെയ്യുന്ന എന്താണ്, പൊതുജനങ്ങളുടെ ഇടയിൽ താൻ ഒരു വലിയ സ്വീകാര്യനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അതാണ് നടത്തിക്കൊണ്ടിരുന്നത്. വിമർശകരാരെങ്കിലും പുള്ളി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തടുക്കാനുള്ള ഒരു മതേതര പരിച അതും കൂടി ഉണ്ടാക്കിയെടുക്കും. ഹലോ ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ആരാ? ഞാൻ അങ്ങയുടെ ഒരു ആരാധകനാണ്, ഫേസ്ബുക്കിൽ കാണാറുള്ള ആളാണ്. പേരെന്താ? ശ്രീഹരി എന്നാണ് പേര്. ഞാൻ സ്നേഹത്തൊരു കാര്യം പറയും, ഈ ആരാധകൻ എന്നുള്ള വാക്കങ്ങ് ഉപേക്ഷിച്ചട്ടെ. നമ്മുടെ ഇഷ്ടക്കാരൻ, സ്നേഹിതൻ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനത്തെ വാക്ക്. തീർച്ചയായും. പറയൂ. എനിക്ക് ഞാൻ ഒരിക്കൽ എന്റെ പെങ്ങളെ കല്യാണം വിളിക്കാൻ വേണ്ടി ഞാൻ നമ്പർ വാങ്ങിയായിരുന്നു, പക്ഷെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ലായിരുന്നു. എന്റെ കുട്ടിയുടെ 28 പറ്റുമെങ്കിൽ ആ ചടങ്ങിൽ ഒന്ന് വന്ന് പങ്കെടുക്കണം എന്നൊരു ആഗ്രഹം. ഉറപ്പായിട്ട് നിങ്ങളെ എനിക്ക് അത്ഭുതം വന്നറിയോ, നമ്മുടെ ആരിഫ് ഹുസൈനൊക്കെ പറയുന്നുണ്ട്, അതായത് ഹിന്ദു സഹോദരങ്ങളുമായിട്ട് ഞാൻ ബന്ധം സ്ഥാപിച്ച് അവരെ അപ്പൊ ഞാൻ ആലോചിച്ച് ശ്രീഹരി ഒന്നും ഈ വീഡിയോ കാണുന്നില്ലേ? ഞാനൊരു ഒന്നാന്തര ജിഹാദിയാണെന്ന് അദ്ദേഹം ഇത്രയൊക്കെ ജനങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിച്ചിട്ട് നിങ്ങളൊന്നും ഇത് എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, എന്റെ കാപഡ്യം. അപ്പൊ എന്നാ ഡേറ്റ് എന്നാ മോനെ? ഉത്സാഹിന് ബുദ്ധിമുട്ടില്ലേ? ഈ വരുന്ന 24-ാം തീയതി ഞായറാഴ്ചയാണ്. കരുനാഗപ്പള്ളിയാണ്. കരുനാഗപ്പള്ളി വെളുത്തമണൽ എന്ന് പറഞ്ഞ്, വെളുത്തമണൽ ജുമാസിന്റെ അടുത്താ വീട്. ഞാന് രാവിലെ തന്നെ അവിടെ ഉണ്ടാവും. നിന്റെ കൊച്ചിന്റെ 28 ആ 28. എന്റെ പാരന്റ്സ് രണ്ടുപേരും മരിച്ചുപോയതാണ്. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, ഞാനും പെങ്ങളും മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ ഉണ്ടാവും. നീ എന്നൊരു കാര്യം ചെയ്യണം, ഞായറാഴ്ച രാവിലെ എന്നെ ഒന്നും കൂടെ വിളിക്കണം. തീർച്ചയായും ഉത്സാഹ് വിളിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യം പറഞ്ഞപ്പോ ഞാനിങ്ങനെ ആലോചിച്ച് വെച്ചാല്, എന്റെ പെങ്ങൾക്ക് ഇവിടെ പുല്ലുകുളങ്ങര ഏരിയയില് പെങ്ങൾക്ക് ഒരു പുള്ളിക്കാരി ആയുർവേദ ഡോക്ടറാണ്. അപ്പം പുള്ളിക്കാരി ആദ്യമായിട്ട് ആയുർവേദ ഡോക്ടർ ആയപ്പോ ഞങ്ങൾ ഇവിടുത്തെ യത്തീംഖാന